ചില ആളുകൾ നമ്മൾ ഒ പിയിൽ വരുമ്പോൾ വളരെ പ്രത്യേക പൊസിഷനിൽ കൈ പിടിച്ചിട്ടാണ് വരിക. സാധാരണ ചില ആളുകൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ഒ പിയിൽ വരിക. ചില ആൾക്കാർ ഇങ്ങനെ പിടിക്കും. അവർ പറയുന്ന കാര്യം, ഡോക്ടറെ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് അല്ലെങ്കിൽ ഒരു 5 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയാണ്, എപ്പോഴാണ് എൻ്റെ കൈ ഞാൻ താഴത്തോട്ട് കൊണ്ടുവരുന്നത്, അപ്പോൾ സിവിയർ ആയിട്ടുള്ള പെയിന് കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള പ്രസൻറ്റേഷനാണ്. നമുക്ക് ആ പ്രസൻറ്റേഷൻ തന്നെ ഡയഗ്നോസിസ് ആണ്. സാധാരണ സെർവൈക്കൽ IVDP എന്ന് പറയും. കഴുത്തിൻ്റെ ഡിസ്കുകൾക്ക് കംപ്രഷൻ വന്നിട്ട് സാധാരണ ഒരു C4 C5 അല്ലെങ്കിൽ C5 C6 IVDP ആ ഒരു ലെവലുള്ള ഡിസ്കിന് അമർച്ച വരുന്നതിൻ്റെ ക്ലാസിക്കൽ പ്രസൻറ്റേഷൻ ആയിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ വരുന്ന സമയത്ത് നമുക്കൊരു വേറെ എക്സ്റേയോ MRIയോ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു സെർവൈക്കൽ റേഡിക്കുലോപ്പതി, നമ്മൾ സാധാരണ CB എന്നാ പറയുക, സെർവൈക്കൽ ബ്രാക്കിയൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞ കഴുത്തിൽ നിന്നും കയ്യിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് വരുന്ന അവസ്ഥ, അതാണ് സെർവൈക്കൽ ബ്രാക്കിയൽ ന്യൂറാൾജിയ അല്ലെങ്കിൽ സെർവൈക്കൽ റേഡിക്കുലോപ്പതി എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെയായിട്ട് കൃത്യമായിട്ട് അത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം, ഇനി വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് വരുത്തത്, എന്തുകൊണ്ടൊക്കെയാണ് സാധാരണ കഴുത്ത് വേദന വന്നത് വീണ്ടും അതൊരു റേഡിയേറ്റിംഗ് പെയിനിലോട്ട് പോകുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കഴുത്ത് വേദന അതല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന സെർവൈക്കൽ റേഡിക്കുലോപ്പതി നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ഞാൻ ഡോക്ടർ ഷമീർ തോടയങ്ങൽ, ഡയറക്ടർ ക്രസൻറ്റ് ആയുർവേദ ഓർത്തോപെഡിക്സ് ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി ക്ലിനിക്, മങ്കട. ഇനി എന്തൊക്കെ ലക്ഷണങ്ങളാണ് സാധാരണ സെർവൈക്കൽ IVDPയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? നമുക്കറിയാം, ഇത് വരുന്ന ആളുകളെക്കുറിച്ച് പ്രത്യേക തരം ആളുകൾക്കാണ് സാധാരണ സെർവൈക്കൽ പെയിൻ വിത്ത് റേഡിയേറ്റിംഗ് പെയിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്. ഒന്നാമതായിട്ട് ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളുകളാണ്, ഡ്രൈവർമാർക്ക്. നമുക്കറിയാം, നമ്മുടെ കഴുത്തിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 8% ആണ് നമ്മുടെ കഴുത്തിൻ്റെ വെയിറ്റ് വരുന്നത്. ആ വെയിറ്റുള്ളൊരു കാര്യം, നമ്മളെ കഴുത്ത് കുറേ സമയം താഴ്ത്തി വെക്കുന്നത് നമ്മുടെ കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിലുകൾക്ക്, പ്രത്യേകിച്ച് അറിയാം ട്രപ്പീസിയസ് മസിൽസ് ഉണ്ട്, സ്റ്റേർണോക്ലിഡോമാസ്റ്റോയിഡ്, അതുപോലെ സ്കാലിൻ ഗ്രൂപ്പ് ഓഫ് മസിൽസ്. ആ ഗ്രൂപ്പ് ഓഫ് മസിലുകൾക്ക് വരുന്ന സ്ട്രെയിനാണ്, ഓവർ സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ ആ മസിലുകൾക്ക് വരുന്ന ബലക്കുറവ്, കാലക്രമേണ വരുന്ന ബലക്കുറവുകളാണ് സാധാരണ കഴുത്ത് വേദനയായിട്ട് പിന്നീട് വരുന്നത്. കുറേ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമുക്കത് കോമൺ ആയിട്ട് കാണാൻ കഴിയും. കുറേ സമയം ഇരുന്ന്, നമ്മൾ സാധാരണ സ്ക്രീൻ ടൈം എന്ന് പറയും, കുറേ സമയം കമ്പ്യൂട്ടർ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും ടാബുകളാണെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. തലയിൽ ഏറ്റവും കൂടുതലായിട്ട് ഭാരം എടുക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ കഴുത്തിന് വരുന്ന പരിക്കുകൾ, നമുക്കറിയാം ആക്സിഡൻറ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിപ്ലാഷ് ഇഞ്ചുറി എന്നൊക്കെ പറയും, കഴുത്ത് പെട്ടെന്ന് മുന്നോട്ട് പോയി വീണ്ടും പുറകിലോട്ട് പോയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള പെട്ടെന്ന് വരുന്ന ആക്സിഡൻറ്റുകളിൽ മുമ്പ് പരിക്ക് പറ്റിയ ആളുകൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ എക്സസൈസ് ചെയ്തിട്ട് മസിലുകൾ ബലപ്പെടുത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ കഴുത്ത് വേദന ഭാവിയിൽ കയ്യിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിനായിട്ട് മാറുന്നു. അതേസമയം കഴുത്ത് വേദന വരുന്ന ആളുകൾ വലിയ തലയിണ ഉപയോഗിക്കുന്നു, രാത്രി കിടന്ന സമയത്ത് കിടന്നുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്നു, 1-2 തലയിണ ഉപയോഗിക്കുന്നു. നമുക്കറിയാം, നമ്മളെ കഴുത്തിൻ്റെ പുറകിൽ ഒരു കർവേച്ചർ ഉണ്ട്, നമ്മളെ കഴുത്തിനൊക്കെ ഒരു ആൻറ്റീരിയർ കോൺവെക്സിറ്റി ഉണ്ട്, മുന്നോട്ടൊരു കർവേച്ചർ ഉണ്ട്, നമ്മളെ ചെസ്റ്റിൻ്റെ ഭാഗത്തിൽ പുറകിലോട്ട് കർവേച്ചർ ഉണ്ട്, നമ്മളെ ബാക്കിൽ ഒരു മുന്നോട്ടൊരു കർവേച്ചർ ഉണ്ട്. ഈ ഒരു S ഷേപ്പ് കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ഡിസ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്കിന് വരുന്ന ഏതൊരു കംപ്രഷനും നമുക്ക് കഴുത്ത് വേദനയുടെ കൂടെ കയ്യിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ, ബാക്ക് പെയിൻ ആണെങ്കിൽ കാലിലേക്കും, അതുപോലെ തന്നെ കഴുത്ത് വേദനയാണെങ്കിൽ കഴുത്തിൽ വരുന്ന ഡിസ്കിൽ അമർച്ചയാണെങ്കിൽ കയ്യിലേക്കും റേഡിയേറ്റിംഗ് പെയിനായിട്ട് വരുന്നുണ്ട്. തുടക്കത്തിൽ കയ്യിലേക്ക് ഒരു കഴപ്പ് പോലെ ആയിരിക്കും വരും. സാധാരണ പേഷ്യൻ്റ് പറയും, ഡോക്ടറെ ഇവിടെ മാത്രം വേദന വരും, കഴുത്തിലിരിക്കുന്ന പെയിൻ ഇറങ്ങുന്നുണ്ട്, കൂടുതൽ എന്തെങ്കിലും സ്ട്രെയിൻ ചെയ്താൽ, കുറേ വായിക്കുക, കുറേ ഡ്രൈവ് ചെയ്യുക, അധികം ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കുറേ സ്ക്രീൻ ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കയ്യിലേക്ക് വരുന്നു. പിന്നെ അത് ഷോൾഡറിന് താഴോട്ട് എൽബോ മുതൽ ഫോറാം വരെയുള്ള നമ്മുടെ കൈയിൻ്റെ വിരലോക്ക് വരെ തരിപ്പുകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനീഷ്യലി തുടക്കത്തിൽ രോഗിക്ക് കയ്യിലേക്ക് റേഡിയേറ്റിംഗ് പെയിൻ ആയിരിക്കും, ഇറങ്ങി വരുന്ന വേദന എന്ന് പറയുന്ന രോഗി പതുക്കെ പതുക്കെ ഓരോ ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഡെർമറ്റോംസ് ഫോളോ ചെയ്തിട്ട് കയ്യിലേക്ക് തരിപ്പുകൾ വരാനുള്ള സാധ്യതയും കാണാം. കുറച്ച് കഴിഞ്ഞാൽ ഈ തരിപ്പുകളിലെ പേഷ്യൻ്റ് കൃത്യമായിട്ട് ചികിത്സ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കയ്യിൽ ബലക്കുറവ് വരാൻ, കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ ചാടി പോകുന്ന രീതിയിൽ, കയ്യിൽ ഗ്രിപ്പ് കിട്ടാത്ത രീതിയിലുള്ള ഒരു കണ്ടീഷനിലേക്കും നമുക്ക് സാധാരണ സെർവൈക്കൽ റേഡിക്കുലോപ്പതി പോകാറുണ്ട്. അപ്പോൾ എവിടെയാണ് നമ്മൾ സെർവൈക്കൽ റേഡിക്കുലോപ്പതി അല്ലെങ്കിൽ കഴുത്തിൽ നിന്നും കയ്യിലോട്ട് വരുന്ന റേഡിയേറ്റിംഗ് പെയിനിൽ
നിർബന്ധമായിട്ടും നമ്മൾ സർജറി ചെയ്യേണ്ട അവസ്ഥ കൂടെ നമ്മൾ ആദ്യം അറിയണം. എന്നിട്ടേ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ചികിത്സയിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ഇനി ഈ റേഡിയേറ്റിംഗ് പെയിൻ ആണെങ്കിൽ, കയ്യിലോട്ട് വരുന്ന റേഡിയേറ്റിംഗ് പെയിൻ പതുക്കെ തരിപ്പിലോട്ട് പോകുന്നു, പിന്നെ ബലക്കുറവിലേക്ക് പോകുന്നു. എപ്പോഴാണ് നമ്മുടെ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിനെ ബാധിക്കുന്നത്, അതായത് നമ്മളെ വിരൽ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ജോലികളെ എപ്പോഴാണോ ഈ കഴുത്ത് വേദന അല്ലെങ്കിൽ കയ്യിലേക്ക് പോകുന്ന വേദന ബാധിക്കുന്നത്, അത് നമുക്കൊരു വാർണിംഗ് സൈനാണ്. കൃത്യമായിട്ട് ഒരു MRI എടുക്കണം. നമ്മൾ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് ആ കൈ വെച്ചിട്ട് പേഷ്യൻറ്റിന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ആ കൈ വെച്ചിട്ട് പേഷ്യൻറ്റിന് നമ്മൾ ബട്ടൺസ് ഒരു കുപ്പായത്തിൻ്റെ ഒരു കുടുക്കിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ബുദ്ധിമുട്ടാവും. പേര് എഴുതാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് കൈ പോകില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കഴിയില്ല. അതുപോലെയുള്ള ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള റേഡിയേറ്റിംഗ് പെയിൻ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് നമുക്കത് സർജറിയിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴാണോ കയ്യിലോട്ടുള്ള റേഡിയേറ്റിംഗ് പെയിനോട് കൂടിയുള്ള കഴുത്ത് വേദന കുറേ കാലങ്ങൾക്ക് ശേഷം പതുക്കെ 2 കാലിനും ബലക്കുറവിലോട്ട് പോകുന്നത്, ലോവർ ലിംബ് വീക്ക്നെസ് പോകുന്നത്, അതും നമുക്കൊരു വാർണിംഗ് സൈനാണ്. അതും നമ്മൾ കൃത്യമായിട്ട് MRI എടുത്ത് സർജറി ആവശ്യമാണെങ്കിൽ ആ സർജറിയിലോട്ട് നമ്മൾ വിടേണ്ടതാണ്. അടുത്തത് വരെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള നമ്മളുടെ ബവൽ യൂറിൻ ഇൻകോണ്ടിനൻസ് പറയും. നേരത്തെ പറഞ്ഞ പേഷ്യൻറ്റിന് കഴുത്ത് വേദന വരുന്നു, കയ്യിലേക്ക് വേദന ഇറങ്ങി വരുന്നു. പതുക്കെ ഏറ്റവും ലേറ്റ് സ്റ്റേജിൽ പേഷ്യൻറ്റിന് നമ്മുടെ മലവും മൂത്രവും പിടിച്ച് നിൽക്കാനുള്ള കഴിവ് കുറയും. അതില്ലെങ്കിൽ അറിയാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ അതും നമുക്കൊരു വാർണിംഗ് സൈനാണ്. സാധാരണ കംപ്രസീവ് മൈലോപ്പതി എന്ന് പറയും, നമ്മുടെ സുഷുമ്ന നാഡിക്ക് ഡയറക്റ്റായിട്ട് വരുന്ന സിവിയർ ആയിട്ടുള്ള ഡിസ്ക് കംപ്രഷൻ. അതാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറയുന്ന ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിനെ ബാധിക്കുന്നു, പേഷ്യൻ്റെ ലോവർ ലിംബിന് കാലിലോട്ട് ബലക്കുറവ് വരുന്നു, അതുപോലെ തന്നെ ബവൽ യൂറിൻ ഇൻകോണ്ടിനൻസ് വരുന്ന ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ MRI എടുത്ത് ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ എടുക്കണം. അവരുടെ നിർദ്ദേശപ്രകാരം സർജറി ആണെങ്കിൽ കൃത്യമായിട്ട് പേഷ്യൻറ്റിനെ നമ്മൾ സർജറിയിലേക്ക് നമ്മൾ വിടണം. കഴുത്ത് വേദന ചികിത്സിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഈ കഴുത്ത് പൊട്ടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ കൈറോ പ്രാക്ടീസ് മെത്തേഡ് പോലെ കഴുത്ത് വെറുതെ ഈ കഴുത്തിൻ്റെ അനാട്ടമി പോലും അറിയാതെ കഴുത്ത് തിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ കാര്യത്തിൽ സർവൈക്കൽ റേഡിക്കുലോപ്പതി പ്രത്യേകിച്ചും ചികിത്സിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴുത്തിന് ചെയ്യുന്ന മാനിപ്പുലേഷൻസ്, പൊട്ടിക്കൽ പോലെയുള്ള മാനിപ്പുലേഷൻസ് എപ്പോഴും കൃത്യമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് കഴുത്തിന് താഴെ, അരക്ക് താഴെ പോലെ തന്നെ കഴുത്തിന് താഴെ തളർന്നു പോകുന്ന തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആ അവസ്ഥ അറിഞ്ഞ ശേഷം മാത്രമേ സെർവൈക്കൽ മാനിപ്പുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം, നമ്മുടെ കഴുത്ത് മുകളിലോട്ട്, കഴുത്ത് എക്സ്റ്റൻഷൻ എന്ന് പറയും, കഴുത്ത് നമ്മൾ മേലോട്ട് പൊക്കുന്നത്, അതുപോലെ തന്നെ കഴുത്ത് നമ്മൾ തിരിക്കുന്നത്, അതുപോലെ തന്നെ വലിക്കുന്നത്, അതായത് നെക്കിൻ്റെ എക്സ്റ്റൻഷൻ, നെക്കിൻ്റെ റൊട്ടേഷൻ ആൻഡ് ട്രാക്ഷൻ. ഈ മൂവ്മെൻ്റാണ് നമ്മളെ കഴുത്തിന് ഏറ്റവും അപകടകരമായ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റാണ് സാധാരണ നമ്മൾ കഴുത്ത് പൊട്ടിക്കുന്ന ആളുകളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവസ്ഥ മനസ്സിലാക്കാതെ പൊട്ടിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് താഴെ ക്വാഡ്രിപ്ലീജിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് ബാക്കിയുള്ള നട്ടെല്ലിൻ്റെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നട്ടെല്ലിൻ്റെ 2 സൈഡിലേക്കും പോകുന്ന ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം, 2 സൈഡിലോട്ടും നിർത്തി നിൽക്കുന്ന ട്രാൻസ്വേഴ്സ്, നമ്മുടെ നട്ടെല്ലിന് ചുറ്റുമുള്ള മസിലുകൾക്ക് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് ട്രാൻസ്വേഴ്സ് പ്രോസസ്സ്. ഈ കഴുത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇവിടെ നോക്കിയാൽ അറിയാം, റെഡ് കളറിൽ നമുക്ക് നോക്കിയാൽ പറ്റും. ഈ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ ചെറിയ ഹോളുകളുണ്ട്, നമ്മൾ ഫൊറാമൻ ട്രാൻസ്വേഴ്സ് ആരി എന്ന് പറയും. അതുവഴിയാണ് നമ്മുടെ ഹാർട്ടിൽ നിന്നും തലച്ചോറിലേട്ടുള്ള രക്തക്കോയിലുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വെർട്ടിബ്രൽ ആർട്ടറി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രക്തക്കോയിലുകൾ പോകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞരമ്പുകൾ തലച്ചോറിലേക്ക് പോകുന്നതും തിരിച്ച് താഴോട്ട് വരുന്നതും ഈ ഒരു ഹോള് വഴിയാണ്. നെർവുകളുണ്ട്, അതായത് നമുക്കറിയാം ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്. സോ എന്തെങ്കിലും ഒരു പരിക്കുകൾ വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് നെക്കിൻ്റെ എക്സ്റ്റൻഷൻ, നെക്കിൻ്റെ റൊട്ടേഷൻ, അതുപോലെ തന്നെ ട്രാക്ഷൻ, നേരത്തെ പറഞ്ഞ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ക്രോണിക്കായിട്ട് കുറേ പഴകിയ ബാക്ക് പെയിൻ ആണെങ്കിൽ നമുക്കറിയാം ഫേസറ്റ് ജോയിൻ്റ് ഒക്കെ ഇവിടെയുണ്ട്. ആ ജോയിൻറ്റിന് വരുന്ന തേയ്മാനങ്ങൾ, ഫേസറ്റ് ആർത്രോപ്പതി പോലെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കഴുത്ത് തിരിക്കുന്നതോടുകൂടി ആ ഒരു ഹോള് ചുരുങ്ങിപ്പോവാനും അതുവഴി ഈ തലച്ചോറിലേക്കുള്ള രക്തക്കോയിലിൽ ബ്ലോക്ക് വരാനും സഡനായിട്ട് പേഷ്യൻ്റ് ഡ്രോപ്പ് അറ്റാക്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ചിലപ്പോൾ ഇനീഷ്യലി കാണാറുണ്ട്. അതല്ലെങ്കിൽ കഴുത്തിന് താഴെ തളർന്നു പോകാനുള്ള അവസ്ഥയും ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴുത്തിൽ ചെയ്യുന്ന മാനിപ്പുലേഷൻസ് അത്രയും പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് അനാറ്റമിക്കൽ അസസ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമേ കഴുത്തിൻ്റെ ഈ മാനിപ്പുലേഷൻസ് നമ്മൾ ചെയ്യാവൂ. പ്രത്യേകിച്ച് കഴുത്തിന് കൊടുക്കുന്ന ട്രാക്ഷൻ, നമുക്കറിയാം സർവൈക്കൽ ട്രാക്ഷന്, ഇൻ്റർമിറ്റൻറ്റ് ട്രാക്ഷൻ, മെഷീൻ ട്രാക്ഷനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ മാനിപ്പുലേഷൻസും ട്രാക്ഷൻസും നമ്മൾ ചെയ്യാവൂ. കഴുത്ത് വേദന എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമുക്കറിയാം എക്സ്റേ ആണ് നമ്മൾ സാധാരണ കഴുത്തിൻ്റെ സെർവൈക്കൽ സ്പൈൻ്റെ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ, ലാറ്ററൽ വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് സ്പേസൊക്കെ നമുക്ക് കാണാൻ പറ്റും, തേയ്മാനം നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, ഫേസിറ്റ് ആർത്രോപ്പതി പോലെയുള്ള തേയ്മാനത്തിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് എക്സ്റേ വഴി തിരിച്ചറിയാൻ പറ്റും. അതേസമയം അത് കൃത്യമായിട്ട് റേഡിയോക്ലോപ്പതി ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ എക്സ്റേ വഴി ആ ഒരു ജോയിൻറ്റ് സ്പേസിൽ വരുന്ന വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ന്യൂറൽ ഫൊറാമിന സിനോസിസോ നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ക്ലിനിക്കലി പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത് പേഷ്യൻറ്റിൻ്റെ കയ്യിലേക്കുള്ള റേഡിയേറ്റിംഗ് പെയിൻ ഏത് മസിലിനെയാണ് ബാധിക്കുന്നത്, ഏത് ഡെർമറ്റോംസ് പറയും നമ്മുടെ കയ്യിൻ്റെ ഏത് ഭാഗത്തിലൂടെയാണ് നമുക്ക് റേഡിയേറ്റിംഗ് പെയിൻ അല്ലെങ്കിൽ തരിപ്പ് പോകുന്നത്, ഏത് വിരലിലോട്ടാണ് നമുക്ക് തരിപ്പ് വരുന്നത് എന്നനുസരിച്ചിട്ട് നമുക്ക് കഴുത്തിലോട്ടുള്ള ഡിസ്കിൻ്റെ കംപ്രഷൻ നമുക്ക് MRI ഇല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു ഫൈൻഡിങ്സിനെ ഒന്നുകൂടെ ഉറപ്പ് വരുത്താനാണ് നമ്മൾ സാധാരണ കഴുത്തിൻ്റെ MRI നമ്മൾ എടുക്കാൻ പറയാറ്. സെർവൈക്കൽ സ്പൈൻ MRI എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് നെർവ് റൂട്ടിന് എത്രത്തോളം നമുക്കറിയാം, ഞരമ്പിന് സുഷുമ്ന നാഡിക്കുള്ള അമർച്ചയുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നെർവ് റൂട്ടിന് മാത്രമാണോ അമർച്ച വരുന്നത്? നേരത്തെ പറഞ്ഞ സുഷുമ്ന നാഡിക്ക് ഒരു 5 mm താഴെ പോയി കഴിഞ്ഞാൽ സിനോസിസ് എന്നുള്ള കണ്ടീഷനാണ്, അത് ഗുരുതരമായ അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയുണ്ടോ, കയ്യിലോട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ ആണോ വരുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ MRIയിൽ നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. കോഡ് കംപ്രഷൻ, കോഡ് കൺഡ്യൂഷൻ, അതുപോലെ തന്നെ കോഡ് മൈലോപ്പതി, കംപ്രസീവ് മൈലോപ്പതി പോലെയുള്ള കണ്ടീഷനാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ന്യൂറോ സർജൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു സർജിക്കൽ ഓപ്ഷൻ നമ്മൾ തേടുന്നത് നല്ലതാണ്. അതേസമയം നെർവ് റൂട്ട് കംപ്രഷൻ പോലെയുള്ള മിനിമൽ ഇഷ്യൂസ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് സെർവൈക്കൽ റേഡിക്കുലോപ്പതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് സെർവൈക്കൽ റേഡിക്കുലോപ്പതി നമുക്ക് ചികിത്സിക്കാൻ പറ്റും? ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻറ്റിനെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതായത് അവർ ചെയ്യുന്ന തലയിണ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തലയിണയുടെ കട്ടി കുറക്കാൻ പറയണത്, തലയിണ ഒഴിവാക്കാൻ പറയുന്നു. നമ്മൾ പില്ലോ വെക്കേണ്ടത് തലയുടെ മുകളിലല്ല, കഴുത്തിൻ്റെ പുറകിലുള്ള ആ ഒരു ബെൻഡിലാണ്, ഒരു വളവ് വരുന്ന ആ ഭാഗത്താണ് നമ്മൾ ചെറിയ പില്ലോ നമുക്ക് വെക്കാം. മലന്ന് കിടക്കുന്ന സമയത്ത് പില്ലോ ഒഴിവാക്കണം. അതേസമയം ചെരിഞ്ഞ് കിടക്കുന്ന ആളുകൾ ചെറിയ പില്ലോ ഉപയോഗിക്കുകയും വേണം. തലയിണ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ മലന്ന് കിടക്കുമ്പോൾ തലയിണ വെക്കുന്ന ആൾ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നിർബന്ധമായിട്ട് തലയിണ വെക്കണം, അതില്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂട്ടാറേ ഉള്ളൂ. തലയുടെ കട്ടി നമുക്ക് കുറക്കുകയും ചെയ്യാം. മലന്ന് കിടക്കുമ്പോൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. അഥവാ തലയിണ വെക്കുകയാണെങ്കിൽ ആ ഒരു തലയുടെ പുറകുവശത്താണ് നമ്മൾ ചെറിയ പില്ലോ നമ്മൾ വെക്കേണ്ടത്. ഇനി സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേസമയം നമുക്കറിയാം ഓഫീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഗ്യാപ്പിൽ നമുക്ക് ഒരു മിനിറ്റോ 2 മിനിറ്റോ ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായിട്ട് ഈ ഒരു ഇടവേളകളിൽ കഴുത്തിൻ്റെ പതുക്കെ സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുക്കുന്നതും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാത്ത രീതിയിൽ നമുക്ക് കഴുത്ത് വേദന അല്ലെങ്കിൽ റേഡിയേറ്റിംഗ് പെയിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ നമുക്കറിയാം ഒരു സ്ക്രീൻ ടൈം ആണെങ്കിൽ, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ മുകൾ വശത്ത് കമ്പ്യൂട്ടറിൻ്റെ ടോപ്പ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മൾ ടാബൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 75 കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഒരു 75 സെൻറ്റിമീറ്റർ 3/4 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കണം നമ്മളെ കമ്പ്യൂട്ടറോ ടാബോ ഉപയോഗിക്കേണ്ടത്. അതേസമയം മൊബൈലാണെങ്കിൽ ഒരു 30 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ മൊബൈൽ ഉപയോഗിക്കേണ്ടത്. സോ ആ മൊബൈലിൻ്റെ ലെങ്ത്ത്, പിടിക്കേണ്ട ലെങ്ത്ത് ആണെങ്കിലും വെക്കേണ്ട ഹൈറ്റ് ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ കഴുത്തിന് സ്ക്രീൻ ടൈം അനുസരിച്ച് പറഞ്ഞു കൊടുക്കുക, കഴുത്തിന് സ്ട്രെച്ചിങ് എക്സസൈസ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഓഫീസിലാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിനായിട്ടുള്ള സെറ്റപ്പുകളൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പ്രോഗ്നോസിസ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അടുത്ത സ്റ്റേജിലാണ് നമ്മൾ സെർവൈക്കൽ കോളർ എന്ന് പറഞ്ഞാൽ കഴുത്തിൽ നമ്മൾ കോളർ ഉപയോഗിക്കും. എപ്പോഴാണ് നമ്മൾ കോളർ ഉപയോഗിക്കുന്നത്? സിവിയർ ആയിട്ടുള്ള റേഡിയേറ്റിംഗ് പെയിൻ നമുക്കറിയാം. പേഷ്യൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ ഇങ്ങനെ വെച്ച് വരുന്ന ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ കംപ്രഷൻ ഒഴിവാക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള നെർവ് റൂട്ടിന് വരുന്ന അമർച്ചയാണ് കൈ അങ്ങനെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് ട്രാക്ഷനൊക്കെ കൊടുത്തിട്ട് എക്സ്റേ എടുത്തിട്ട് റേഡിയേറ്റിംഗ് പെയിൻ അസസ് ചെയ്ത ശേഷം ഒരു ഇൻ്റർമീഡിയറ്റ് ട്രാക്ഷൻ നമുക്ക് കൊടുത്താൽ മെഷീൻ ട്രാക്ഷൻ, ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ റേഡിയേറ്റിംഗ് പെയിൻ കുറക്കാൻ കഴിയും. അതേസമയം തന്നെ ആ രോഗി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന രോഗിയാണെങ്കിൽ അവർക്ക് സെർവൈക്കൽ കോളർ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം,
ഒരു 3 വീക്ക് ടു 4 വീക്സ് വരെ മാത്രമേ നമുക്ക് സർവൈക്കൽ കോളർ ഉപയോഗിക്കാൻ പറ്റൂ. അതിൽ കൂടുതൽ സർവൈക്കൽ കോളർ ഉപയോഗിക്കുന്നത് നേരെ ഓപ്പോസിറ്റായിട്ട് റിസൾട്ട് വരും. കാരണം അതൊരു പരിധി വിട്ട് സർവൈക്കൽ കോളർ ഉപയോഗിക്കുന്നത് നമ്മുടെ കഴുത്തിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്ന മസിലുകളെ ബലക്കുറവുണ്ടാക്കുന്നതാണ്. കഴുത്തിൻ്റെ മസിലുകളുടെ ബലക്കുറവുണ്ടാക്കുന്ന ഈ സർവൈക്കൽ കോളർ കൃത്യമായ ഇടവേളയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അത് തന്നെ ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ സർവൈക്കൽ കോളർ ഉപയോഗിക്കാവൂ. തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് മസിലുകൾക്ക് ബലനാശം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി നമുക്ക് ആയുർവേദിക് മാനേജ്മെൻറ്റ് നമ്മളെ ക്ലിനിക്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മളെടുത്ത് പേഷ്യൻ്റ് വരുന്ന സമയത്ത് പേഷ്യൻ്റെ ക്ലിനിക്കൽ പ്രസൻറ്റേഷനാണ് ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് കൈ റേഡിയേറ്റിംഗ് ചെയ്യുന്നത്, ഏത് ഭാഗത്തേക്കാണ്. നമുക്കറിയാം, ഫോറാമിലാണെങ്കിൽ തന്നെ നമ്മുടെ കൈയിൻ്റെ മുൻഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന റേഡിയേറ്റിംഗ് പെയിൻ ആണെങ്കിൽ അതൊരു നമുക്ക് സാധാരണ പറയും C6 നെർവ് റൂട്ട് കംപ്രഷനാണ്. തമ്പിൽ ഇൻഡെക്സ് ഫിംഗറിലോട്ടൊക്കെ പെയിൻ വരുമ്പോൾ C6 ആണ്. ഇവിടെ വരുമ്പോൾ ഡെർമറ്റോംസ് വ്യത്യാസമാണ്. ഈ മീഡിയൽ സൈഡിലേക്ക് വരുന്ന കയ്യിൽ റേഡിയേറ്റിംഗ് പെയിൻ ആണെന്ന് വ്യത്യാസമാണ്. അപ്പോൾ ഓരോ മസിലുകൾക്ക് വരുന്ന ബൈസെപ്സിൽ വരുന്ന പെയിൻ ആണെങ്കിൽ അത് വ്യത്യാസമാണ്. ട്രൈസെപ്സിനാണെന്ന് വ്യത്യാസമാണ്. റിസ്റ്റ് എക്സ്റ്റൻഷനാണെന്ന് വ്യത്യാസമാണ്. നമ്മളെ ഇൻട്രോഷ്യസ് മസിലിന് വരുന്നതാണെന്ന് വ്യത്യാസമാണ്. അപ്പോൾ ഓരോ മസിലുകൾക്കും കൊടുക്കുന്ന നെർവ് റൂട്ടുകൾ വ്യത്യാസമാണ്. ഓരോ സ്കിന്നിൻ്റെ ഭാഗത്ത് ഫോറാം ആണെങ്കിലും ഹാൻഡിലോട്ടാണെങ്കിലും വരുന്ന വേദനകൾ വ്യത്യാസമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്താൽ നമുക്ക് തന്നെ അറിയാം C4 C5 ആണ് അല്ലെങ്കിൽ C5 C6 ആണ് ഈ ഒരു കംപ്രഷൻ ആ ലെവലിലാണ് ഞരമ്പിന് അമർച്ച വന്നിട്ടുള്ളത് എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കേസ് ഷീറ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതേസമയം സിവിയർ ആയിട്ടുള്ള റേഡിയേറ്റിംഗ് പെയിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കയ്യിലോട്ടുള്ള രണ്ട് കാലിലേക്കും ബലക്കുറവ് വരുന്നു, അതില്ലെങ്കിൽ നമ്മളെ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സിനെ ഡെയിലി ആക്ടിവിറ്റീസിന് കൈകൊണ്ടുള്ള ജോലികളെ ബാധിക്കുന്ന തരത്തിൽ ലക്ഷണങ്ങൾ കൂടുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ MRI എടുത്ത ശേഷം മാത്രമേ നമ്മൾ ചികിത്സ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് MRI എടുത്ത ശേഷം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ സർവൈക്കൽ കോളർ ഉപയോഗിക്കുന്ന കേസാണെങ്കിൽ നമ്മൾ സർവൈക്കൽ കോളർ 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ അല്ലെങ്കിൽ പരമാവധി 4 ആഴ്ച വരെ സർവൈക്കൽ കോളർ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്നു. അതിൻ്റെ കൂടെ വളരെ കൃത്യമായിട്ട് ആയുർവേദിക് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നു. നമുക്കറിയാം, ഇൻറ്റേർണലി അകത്ത് കഴിക്കുന്ന കഷായങ്ങളുണ്ട്, അരിഷ്ടങ്ങളുണ്ട്, അതുപോലെ തന്നെ ചൂർണ്ണങ്ങളുണ്ട്, അതുപോലെ തന്നെ തൈല പ്രിപ്പറേഷൻ ഉണ്ട്. നമുക്കറിയാം, കഴുത്തിൻ്റെ മസിലുകൾ ടൈറ്റായ മസിലുകളാണെങ്കിൽ ആ മസിലുകൾ ടൈറ്റ്നെസ് കുറക്കാനുള്ള, വീക്കായ മസിലുകൾ ബലപ്പെടുത്താനുള്ള അകത്ത് കഴിക്കുന്ന മരുന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഏരണ്ട പ്രിപ്പറേഷൻസൊക്കെ ആയുർവേദത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് അവസ്ഥ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, നമുക്കറിയാം തൈലങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ആയുർവേദത്തിലാണ്. ആ തൈലങ്ങൾ പക്ഷേ ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ തൈലങ്ങൾ ഉപയോഗിക്കണം. തോന്നിയ പോലെ തൈലങ്ങൾ ഉപയോഗിക്കരുത്. തൈലം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതേസമയം ചൂർണ പ്രിപ്പറേഷൻസ് ഉപയോഗിക്കുന്ന അവസ്ഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ രോഗിയുടെ അവസ്ഥാനുസരണം നമ്മൾ തൈലങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചൂർണ്ണങ്ങൾ ഉപയോഗിക്കാം. ടെൻഡർനെസ് ഉള്ള ഭാഗത്താണ് ഫേസറ്റ് ആർത്രോപ്പതി പോലെ കണ്ടീഷനിൽ ഒരിക്കലും നമ്മൾ തൈലം ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം മസിൽ സ്പാസ് ആണെങ്കിൽ നമുക്കത് റിലീസ് ചെയ്യണം. ക്രോണിക് ആണെങ്കിൽ, അക്യൂട്ട് സ്പാസ് ആണെങ്കിൽ നമുക്കത് റെസ്റ്റ് കൊടുത്ത് ചൂടൊക്കെ പിടിക്കാൻ പറ്റും. സോ മസിൽ റിലീസിന് വേണ്ട പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നു. ഐസ് വെക്കണോ, അതല്ലെങ്കിൽ ചൂട് വെക്കണോ, അതെല്ലാം മസിൽ റിലീസ് ചെയ്യണോ, നമുക്കവിടെ ലേപനം വെക്കണോ, അതല്ല തൈലം ചെയ്യണോ, മെഡിസിൻസ് അകത്തേക്ക് കഴിക്കണോ, അതോ നെയ്യ് കഴിക്കണോ, ഇതുപോലെയുള്ള അവസ്ഥകൾ കൃത്യമായിട്ട് രോഗിയെ നോക്കിയ ശേഷം നമ്മൾ പേഷ്യൻറ്റിന് ആ മരുന്നുകൾ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല വേദനയുള്ള അവസ്ഥകളാണെങ്കിൽ ആ പെയിൻ മൊഡാലിറ്റീസ്, ഫിസിയോതെറാപ്പി മെത്തേഡ്സിലും പെയിൻ മൊഡാലിറ്റീസും വെച്ചിട്ട് നമ്മൾ നെക്ക് പെയിനെ നമ്മൾ ഡീൽ ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പേഷ്യൻറ്റിൻ്റെ നോർമൽ നെക്ക് മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ റേഡിക്കുലോപ്പതിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ബുദ്ധിമുട്ടുകൾ കുറയുന്ന മുറക്ക് നമ്മൾ എക്സസൈസുകൾ കൂട്ടിക്കൊണ്ടുവരും. ഇനീഷ്യലി നമുക്കറിയാം, കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് വരാത്ത രീതിയിലുള്ള ഐസോമെട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എക്സസൈസ്, ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും രോഗിയുടെ ഈ കണ്ടീഷൻ, ഈ അവസ്ഥ കൂടാതെ, വേഴ്സൺ ചെയ്യാതെ, ബുദ്ധിമുട്ട് കൂട്ടാത്ത രീതിയിലുള്ള എക്സസൈസ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത സ്റ്റേജ് നമ്മൾ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എക്സസൈസുകൾ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഉള്ള റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസിലോട്ട് പോകുന്നു. കൃത്യമായിട്ട് നമ്മൾ കഴുത്ത് അസസ് ചെയ്യുമ്പോൾ ഏതൊക്കെ മസിലാണ്, സ്കാലിൻ ഗ്രൂപ്പ് ഓഫ് മസിൽ അല്ലെങ്കിൽ ട്രപ്പീസിയസ് ഗ്രൂപ്പ് ഓഫ് മസിൽ വീക്ക്നെസ് ആണ്, അതല്ലെങ്കിൽ പെക്ടറൽസ് വീക്ക്നെസ് ആണ്, അതല്ലെങ്കിൽ റോംബോയിഡ്സ് വീക്ക്നെസ് ആണ് എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മൾ മസിൽ അസസ് ചെയ്തിട്ട് വീക്കായ മസിലിലെ സ്ട്രെങ്തനിങ് എക്സസൈസ്, നമുക്കറിയാം തെറാബാൻഡ് എക്സസൈസ് ഉണ്ട്, ഡംബൽ എക്സസൈസ് ഉണ്ട്, അതുപോലെ തന്നെ ജിമ്മിലുള്ള ചെറിയ വർക്കൗട്ട് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്താൽ, കൃത്യമായിട്ട് അസുഖങ്ങളെ മനസ്സിലാക്കി അതിനെ ഡയഗ്നോസ് ചെയ്ത ശേഷം ആയുർവേദിക് മാനേജ്മെൻറ്റ്, അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി, അതുകൂടെ സ്ട്രെങ്തനിങ് എക്സസൈസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സർവൈക്കൽ റേഡിക്കുലോപ്പതി സർജറി ഒഴികെയുള്ള എല്ലാ അവസ്ഥകളിലും നമുക്ക് പൂർണ്ണമായിട്ടും
മാറ്റാൻ കഴിയും. എന്തെങ്കിലും സംശയങ്ങൾ ഇക്കാര്യത്തിലുണ്ടെങ്കിൽ നമുക്ക്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് താഴെ പറയുന്ന നമ്പറിൽ വിളിക്കാം. നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണാം.